Good morning, students. Last class we studied the first chapter, number theory. In this we studied prime numbers and ratio. I think the last video is not clear, so I recap all the portions. Just listen. First, what is prime number? What is prime number? A prime number is a natural number greater than 1 that cannot be formal by multiplying two smaller natural numbers, which means in prime number means it must be greater than 1. It also a natural number, and the main thing is it cannot be multiplying two smaller natural numbers, which means രണ്ട് ചെറിയ smaller natural numbers കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പ്രൈം നമ്പേഴ്സിനെ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ 5 ഈസ് എ പ്രൈം ബിക്കോസ് ദ ഓൺലി വേസ് ഓഫ് റൈറ്റിംഗ് ഇറ്റ് ആസ് എ പ്രോഡക്റ്റ് ആസ് 1 × 5 ഓർ 5 × 1 അല്ലേ. 5 നമ്മൾ പ്രൈമായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് രണ്ട് രീതിയിലേ ഉള്ളൂ. ഒന്ന് 1 × 5 ഓർ 5 × 1. സച്ച് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആർ കോൾഡ് പ്രൈം നമ്പേഴ്സ്. Okay, the next one is Ramanujan prime. Ramanujan prime are the last integers and it can be denoted as Rn, for which there are at least n prime between x and x/2 for all x greater than or equal to Rn. In this, Ramanujan said that he considered two numbers x and x/2, and he said that between these two numbers at least n prime is there, and the condition is x greater than or equal to Rn. And he first found the numbers are 2, 11, 17, 29 and 41. Okay, note that integer Rn is necessarily a prime number and hence much increased by obtaining another prime at x is equal to Rn. Okay, but what is prime number? Prime number is natural number and it is greater than 1, and that cannot be formal by multiplying two smaller natural numbers. And the next one is Ramanujan prime. In Ramanujan prime can be denoted as Rn, and he say that it has at least n prime between x and x/2 for all x greater than or equal to Rn. The next one is ratio. What is ratio? Ratio means the value obtaining the ratio means the value obtaining when two similar quantities are compared by dividing one quantity with the other is called ratio, which means രണ്ട് സിമിലർ ക്വാണ്ടിറ്റീസിനെ ഒരേ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ സച്ച് ടൈപ്സ് ഓഫ് വാല്യൂ, അങ്ങനെയുള്ള വാല്യൂസ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? റേഷ്യോ എന്ന് പറയാൻ പറ്റും. ദ റേഷ്യോ ഓഫ് ടു ക്വാണ്ടിറ്റീസ് ഈസ് ദാറ്റ് വാല്യൂ വിച്ച് ഗീവ്സ് ആസ് ഹൗ മെനി ടൈംസ് വൺ ക്വാണ്ടിറ്റി ഓഫ് ദി അതർ. അപ്പോൾ എന്താണ് രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദാറ്റ് വാല്യൂ വിച്ച് ഗീവ്സ് ആസ് ഹൗ മെനി ടൈംസ് വൺ ക്വാണ്ടിറ്റി ഓഫ് ദ അതർ. ഒന്നിൻ്റെ എത്ര ടൈംസ് ആണ് അടുത്തത് എന്നുള്ള വാല്യൂ തരുന്നതാണ് എന്തെന്ന് പറയുന്നത്? റേഷ്യോ എന്ന് പറയുന്നത്. ഒൺലി ക്വാണ്ടിറ്റീസ് ഓഫ് ദ സെയിം കൈൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം, ക്വാണ്ടിറ്റീസ് സെയിം കൈൻഡ് ക്വാണ്ടിറ്റീസ് ആയിരിക്കണം. ഓക്കെ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്വാണ്ടിറ്റീസിനെ നമുക്കൊരിക്കലും റേഷ്യോ ആയിട്ട് എഴുതാനായിട്ട് പറ്റത്തില്ല. ഇനി എന്തൊക്കെയാണ് റേഷ്യോയിൽസിൽ വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദ റേഷ്യോ എ ആൻഡ് ബി ഈസ് റിട്ടേൺ ആസ് എ ഈസ് ടു ബി ആൻഡ് ഈസ് മെഷേർഡ് ബൈ ദ ഫ്രാക്ഷൻ a/b. അപ്പോൾ എന്താണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്? എന്താണ് റേഷ്യോ എ ബി എന്ന് പറയുന്ന ടു നമ്പേഴ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ഇൻ റേഷ്യോ ഫോം ആസ് എ ഈസ് ടു ബി. എ ഈസ് ടു ബി എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ റേഷ്യോ റിട്ടേൺ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ ദ ഫ്രാക്ഷൻ a/b. അത് മെഷർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ബൈ ദ ഫ്രാക്ഷൻ രൂപത്തിലായിരിക്കും. അതെങ്ങനെയായിരിക്കും? a/b.
Okay, the next point is if two quantities are in the ratio A is to B, then the first and the second quantities will be, അതായത് രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ A is to B ആണെങ്കിൽ ഫസ്റ്റ് ക്വാണ്ടിറ്റിയും സെക്കൻഡ് ക്വാണ്ടിറ്റിയും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A by A plus B times and B by B plus B times the sum of the two quantities respectively. അതായത് എന്താണ്, ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എയും ബിയെ കൂടെ പ്ലസ് ചെയ്ത എമൗണ്ട് എഴുതുന്നു ഇൻറ്റു എ പ്ലസ് ബി. Okay, so for example, if we consider x is to y, that is 3 is to 5. So x is 3 and y is 5. In this, the x value can be written as 3 by x plus y into x plus y. In this, x plus y is 8 into x plus y, and y is called 5 by 8 into x plus y. So the value is remaining same. Look this second point. In this we say that if two quantities are in the ratio A is to B, then it can be written as A by A plus B times and B by A plus B times the sum of the two quantities respectively. Okay, move to the next topic, next point. The next point is the ratio of two quantities can be found only when both the quantities are of the same kind. We already learned that the ratio of two quantities can be found only when the both quantities are of the same kind. അതായത് സെയിം കൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം ടൈപ്സ് ഓഫ് നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? റേഷ്യോ ആയിട്ട് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് റേഷ്യോ ബിറ്റ്വീൻ 1 meter and 5 seconds cannot be found. You see that 1 meter and 5 seconds, it cannot be written in ratio form because one can be written in meter form and the next one is written in seconds form. So it cannot be written in ratio form. So that's why we say that if written in ratio form, the both quantities are in the same kind. Okay, the fourth point is a ratio is an abstract quantity and a ratio does not have any units. എന്താണ് ratio എന്ന് പറയുന്നത്? ഒരു abstract quantity ആണ് and the ratio does not have any units. ratioക്ക് എന്ത് കാണത്തില്ല? പ്രത്യേകിച്ച് ഒരു യൂണിറ്റ്സും കാണത്തില്ല. For example, the ratio of 30 seconds and 1 minute. Okay, in this can be written in seconds form or 1:2. In this 30 seconds and 1 minute, 1 minute can be written in 60 seconds and it can be written in 30 seconds is to 60 seconds or 1:2. Okay, clear that? You all are take your notebook and return all the points in your notebook. Okay, the next we study terms of a ratio and the properties of a ratio. These two topics will be taken in the next class. Okay students, thank you. ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞു കേട്ടോ. ഞാൻ നോക്കോളാം ഇവനെ, ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി. വാ അമ്മ എടുക്കാം. ഗ്യാസ് പോയി, താഴെ നിൽക്കുക. നമുക്ക് ബാറ്റും ബോളും കളിക്കാം. താഴെ നിൽക്കുക, ഗ്യാസ് കാണിക്കാം. വാ. ഗ്യാസ്